എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു മഹാരാഷ്ട്രൻ ഡിഷാണ് കേട്ടോ. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണിത്. വേണമെങ്കിൽ നമുക്കിതിനെ ചില്ലി ഗാർലിക് ചട്നി എന്നൊക്കെ വിളിക്കാം. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് ഗ്രീൻ ചില്ലിയാണ് കേട്ടോ. നമ്മളൊരു 8-9 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി ഗാർലിക് ആണ് കേട്ടോ. എത്ര നിങ്ങൾ ഗാർലിക് ഇടണോ അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഈ 4 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് പച്ചമുളക് ഇടുക. നമ്മളിപ്പോൾ ഒരു 9 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളകൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഒരു ചൂടായ എണ്ണയിലോട്ട് കുറച്ച് ജീരകം കൂടെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ജീരകമൊക്കെ അത്യാവശ്യം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ഗാർലിക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് ജീരകം അതിൽ കിടന്ന് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗാർലിക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വിടാം. അങ്ങനെ അത്യാവശ്യം ഗാർലിക്കൊക്കെ ഒന്ന് അതിലോട്ട് മിക്സായി നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ചെറിയൊരു ഇടിക്കല്ലിലോട്ടോ എന്തിലോട്ടെങ്കിലും മാറ്റാം. അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷം മാറ്റുന്നതായിരിക്കും ബെസ്റ്റ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പരുവത്തിന് ഇത് ഇടിച്ച് ആ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചെറുതായിട്ട് കടിക്കുന്ന പോലെ ചെറിയൊരു ഇടി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇടിച്ചെടുത്ത നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്കിതിനെ നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ചപ്പാത്തിയോ അതുപോലെ പൂരിയോ എന്തിനു വേണമെങ്കിലും നമുക്കിത് കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് മെയിനായിട്ട് മഹാരാഷ്ട്ര സൈഡൊക്കെയാണ് ഈ ഒരു ചട്നി കണ്ടുവരുന്നത് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ചട്നിയാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പറയുക. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.